പോലീസ് ക്യാൻറ്റീനിൽ ചായ കുടിക്കാനെത്തിയ പീറ്റർ സാർ പഴംപോളി എടുത്ത് കഴിക്കാൻ തുടങ്ങിയതും അവൾ വിങ്ങി പൊട്ടി. എനിക്കൊരു പരാതിയുണ്ട് പീറ്റർ സാറേ. പീറ്റർ സാർ അതിശയത്തോടെ പരാതിക്കാരിയായ പഴംപോളിയോട് കാര്യം തിരിക്കിയപ്പോൾ പഴംപോളി നിറകണ്ണുകളോടെ താൻ പീഡിപ്പിക്കപ്പെട്ട കഥ വിശദീകരിച്ചു. ഒരുപാട് അംഗങ്ങളുള്ള ഒരു വലിയ പഴക്കുല കുടുംബത്തിലായിരുന്നു അവൾ ജനിച്ചത്. യൗവനമായതോടെ അവളും മഞ്ഞച്ച് മനോഹരിയായി തീർന്നു. ഒരു ദിവസം ചായക്കടക്കാരൻ അവളെയും കസിൻ പഴങ്ങളെയും വലിച്ചു പറിച്ചെടുത്തോണ്ട് പോയി. കുടുംബക്കാരെല്ലാം അലമുറയിട്ട് പറഞ്ഞിട്ടും അയാൾ കേട്ടില്ല. പിന്നെ ആ ദുഷ്ടൻ എല്ലാവരുടെയും മുന്നിലിട്ട് അവളെ പൂർണ്ണ നഗ്നയാക്കി. നാണക്കേടുകൊണ്ട് അവളുടെ തൊലി ഉരിഞ്ഞുപോയി. കത്തിക്കൊണ്ട് അവളെ 2 കഷ്ണങ്ങളാക്കിയ ആ സൈക്കോ ചായക്കടക്കാരൻ അവളെ മാവിൽ മുക്കി ശ്വാസം മുട്ടിച്ചു. എന്നിട്ട് തിളച്ച എണ്ണയിലിട്ട് മുക്കി കൊല്ലാൻ നോക്കി. ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ച എനിക്ക് നീതി കിട്ടണം സർ. എല്ലാം കേട്ട പീറ്റർ സാർ പഴംപോളിയെ ഉപദേശിച്ചു. പീഡന കേസ് കൊടുത്ത് പൊല്ലാപ്പിലാകണോ? വേണ്ടത്ര തെളിവില്ലെങ്കിൽ കേസിന്റെ പിറകെ നടന്ന് തളർന്നു പോകും. നിവിൻ പോളിക്കെതിരെ വരെ പരാതികളുണ്ട് പഴംപോളി. പഴംപോളി ഉഷാറായി. പഴംപോളിയും നിവിൻ പോളിയും ഒക്കെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാ സാറേ. പെട്ടെന്നൊന്നും തളരില്ല. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.